Hi everyone. SSC MTS 2024 നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആ നോട്ടിഫിക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റുകൾ SSC കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസ് ചെയ്യുകയുണ്ടായി. അതിൽ ആദ്യത്തെ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് ജൂലൈ 31 തീയതി വരെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഓഗസ്റ്റ് 4 തീയതി വരെ എന്ത് ചെയ്തിട്ടുണ്ട്? SSC നീട്ടി നൽകിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഗസ്റ്റ് 4 തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇനിയും എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എന്തുണ്ട്? നിങ്ങളുടെ മുമ്പിലുണ്ട്. രണ്ടാമത്തേതായിട്ട് പറഞ്ഞിരിക്കുന്നത് വളരെ സന്തോഷമുള്ള മറ്റൊരു കാര്യമാണ്. അതിലെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം SSC MTS നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന വേക്കൻസിയുടെ എണ്ണം എന്ന് പറയുന്നത് 4887 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും SSC പറഞ്ഞിരിക്കുന്നത് ആ വേക്കൻസിയുടെ എണ്ണം 6144 ആയിട്ട് കൂടി എന്ന് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? SSC പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 2 വാർത്തകളും എന്ത് തന്നെയാണ്? സന്തോഷമുള്ള വാർത്തകൾ തന്നെയാണ്. സോ അപ്ലൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. വേക്കൻസിയുടെ എണ്ണം നോക്കിയിട്ടൊന്നും ഒരിക്കലും ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യരുത് എന്ന് ഞാൻ പറയാറുള്ളതാണ്. എന്നിരിക്കലും 6000 വേക്കൻസി എന്ന് പറയുന്നത് എന്തല്ല, ഒട്ടും ചെറുതല്ല. ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് SSC MTS 2024 പ്രിപ്പയർ ചെയ്യാനായിട്ട് നല്ലൊരു കോഴ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമീസിൽ SSC MTS 2024 കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ഞാൻ എവിടെ കൊടുക്കാം? ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. എന്തെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക SSC MTS പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ അതും എന്ത് ചെയ്തോളൂ? താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ. ബൈ.